പൊസിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് നോക്കാൻ പോകുന്നത്. പൊസിഷന്റെ മെയിൻ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു ഒബ്ജക്റ്റിനെ ബ്രൗസറിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ടോപ്പിൽ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം, ബോട്ടത്തിൽ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും സ്ക്രീനിൽ, ബ്രൗസറിന്റെ സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പൊസിഷൻ. പൊസിഷന്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം ആരാണ് പേരന്റ്, ആരാണ് ചൈൽഡ്. നമ്മൾ പേരന്റിനെ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ഡിഫാൾട്ട് ആയിട്ട് ആരായിരിക്കും പേരന്റ്? ബോഡി ആയിരിക്കും. പൊസിഷൻ റിലേറ്റീവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് പേരന്റിനെ സൂചിപ്പിക്കുന്നത്. പൊസിഷൻ അബ്സല്യൂട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ചൈൽഡിനെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സെക്ഷൻ, ആ സെക്ഷനിന്റെ പേര് കൊടുക്കുന്നു ഫീൽഡ് എന്ന്, അല്ലെങ്കിൽ വേണ്ട പേരന്റ് എന്ന് പറയും, പേരന്റ് എന്ന് പറയും. എന്നിട്ട് ഇതിന്റെ അകത്ത് ഒരു ചൈൽഡ് 1 എന്നും പറഞ്ഞ ഒരു ഡിവ് ടാഗ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെക്ഷന് ഒരു ഹൈറ്റ് ഡിഫൈൻ ചെയ്യാം. ഞാൻ കൊടുക്കുന്നു ഹൈറ്റ് ഒരു 50 VH എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രൗസറിന്റെ പാതി വരെ എടുക്കും. അതറിയാൻ വേണ്ടി നമുക്ക് ഒരു ബോർഡർ കൊടുത്തേക്കാം. ബോർഡർ 4px ടോട്ടൽ ബ്ലാക്ക്. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സ്ഥലത്താണ് നമ്മൾ സെക്ഷൻ ഇരിക്കുന്നത്. ഓക്കെ, ഇനി അതേ കണക്ക് നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷന് പകരം ഒരു ഡയറക്റ്റ് എൻ്റെ ക്ലാസ് നെയിം പാരന്റിന് കൊടുത്തേക്കാം. അതാണ് ഞാൻ ചൈൽഡ് 1 -1 വിഡ്ത്ത് ഒരു സ്ക്വയർ ഷേപ്പ് ആക്കാൻ വേണ്ടി ഞാൻ വിഡ്ത്തും 100 കൊടുക്കുന്നു, അതേപോലെ ഹൈറ്റും 100 കൊടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് കളറ് ഇതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഏതാണ് പേരന്റിനെ ചൂസ് ചെയ്യാവുന്നത്? ഇപ്പൊ എനിക്കാണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഈ ചൈൽഡിന് ഈ സെക്ഷൻ എന്നും പറഞ്ഞ് എനിക്ക് പേരന്റ് ഒന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബോഡി എന്നും പറഞ്ഞ് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ ചൈൽഡിന് ബോഡിയാണ് സെലക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ബോക്സിനെ ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ 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 ഇവിടെ. ഈ ബോഡി ഹൈറ്റ് എവിടം വരെ ഉണ്ടോ, ഹൈറ്റും വിട്ട് ഏത് വരെ ഉണ്ടോ അതിലെല്ലാ സ്ഥലത്തും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡിവിനെ അല്ലെങ്കിൽ ഈ ചൈൽഡ് 1 എന്ന് പറഞ്ഞ ഡിവിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ബോഡിയാണ് പേരന്റ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ അവിടെ സെക്ഷൻ ആണ് പേരന്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നെങ്കിൽ ഈ ഡിവ് ടാഗിനെ എനിക്ക് ഈ സെക്ഷനുള്ളിൽ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് എന്റെ പുറത്തു പോകാൻ പറ്റത്തില്ല. അതാണ് എന്റെ കൺസെപ്റ്റ്. അപ്പൊ പേരന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ പൊസിഷൻ സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ ബോഡിയാണ് കൊടുക്കുന്നെങ്കിൽ ബോഡിക്ക് എത്ര വിഡ്ത്തും ഹൈറ്റും ഉണ്ടോ അത്രയും പ്ലേസിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അതേ പകരം വേറെ ടാഗിനാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം, പേരന്റ് സെറ്റ് ചെയ്യണം, അതിന്റെ വിഡ്ത്തും ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചൈൽഡിന് എപ്പോഴും നമ്മൾ എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം, പൊസിഷൻ അബ്സല്യൂട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ പേരന്റ്, ഞാൻ ഇപ്പൊ ഈ സെക്ഷൻ ആണ് ഇപ്പൊ പൊസിഷൻ റിലേറ്റീവ് എന്ന് പറഞ്ഞു. അപ്പോ ആർക്കാണോ പേരന്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് അതെന്ത് ചെയ്യണം, പൊസിഷൻ റിലേറ്റീവ് ആണ്. ആർക്കാണോ ചൈൽഡ് ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള അതിനെ പൊസിഷൻ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യണം. റിലേറ്റീവ്, പേരന്റ്, അബ്സല്യൂട്ട്, ചൈൽഡ്. ഓക്കെ, ഇനി പൊസിഷനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന് ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ ഇവിടെ നിന്നായിരിക്കും. ടോപ്പ് ലെഫ്റ്റ് നിന്നായിരിക്കും എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണത്. അത് 0,0 ആയിരിക്കും, 0 0. എപ്പോഴും ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പാർട്ടിന് ടോപ്പ് ലെഫ്റ്റ് എന്ന് പറയും, ഈ പാർട്ടിന് ടോപ്പ് റൈറ്റ് എന്ന് പറയും, ഇതിന് ബോട്ടം റൈറ്റ് എന്ന് പറയും, അതേപോലെ തന്നെ ഇതിന് ബോട്ടം ലെഫ്റ്റ് എന്നും പറയും. ഓക്കെ,
അപ്പൊ ഈ ചൈൽഡിന്റെ അകത്ത് ഞാൻ ടോപ്പ് 0 എന്ന് കൊടുത്താൽ അവിടെ തന്നെ എനിക്ക് വ്യത്യാസമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഒരു 30 px കൊടുക്കുകയാണ്. 39 പോയി, കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നിന്ന് മൂവ് ആയത് കണ്ടോ, ടോപ്പിൽ നിന്ന് 39 px മാറിയിട്ടുണ്ട്. എനിക്ക് ലെഫ്റ്റിൽ നിന്ന് കുറച്ചും കൂടി വരണമെങ്കിൽ എന്ത് ചെയ്യണം, ലെഫ്റ്റ് മാത്രം ഒരാളെങ്കിൽ ലെഫ്റ്റ് ഞാൻ ഒരു 50 px കൊടുക്കുക. ലെഫ്റ്റ് നിന്ന് മാത്രം മൂവ് ആയി. ഇനി ടോപ്പിൽ നിന്ന് ലെഫ്റ്റ് നിന്നാണെങ്കിൽ എനിക്ക് മാറാണെങ്കിൽ ഇതേപോലെ കൊടുക്കാം. ടോപ്പിൽ നിന്ന് 39, ലെഫ്റ്റ് നിന്ന് 40. ഓക്കെ, അതേപോലെ ഇതിനകത്ത് മൈനസും സപ്പോർട്ടോ, ഞാൻ മൈനസ് തൊട്ട് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി മുകളിലോട്ടോ പോസിറ്റീവ് മൈനസ് വാല്യൂ സപ്പോർട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇനി എനിക്ക് എന്ത് വേണം, ഇവിടെ ഇപ്പൊ ഞാൻ ടോപ്പിന്റെ അവിടെ 0 കൊടുത്തു, ഈ ലെഫ്റ്റും 0 കൊടുക്കാം. ഓക്കെ, എനിക്ക് ടോപ്പ് റൈറ്റ് ആണ് വേണ്ടത്. ടോപ്പ് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, ലെഫ്റ്റിന് പകരം റൈറ്റ് 0 ആക്കി കൊടുത്താൽ മതി. സ്റ്റാർട്ടിങ് വാല്യൂ എപ്പോഴും 0 ആണ്. അപ്പൊ എനിക്ക് ടോപ്പ് റൈറ്റ് കിട്ടി. അതേപോലെ ബോട്ടം എനിക്ക് കിട്ടണമെങ്കിൽ ബോട്ടം സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ നിന്നായിരിക്കും. ഇപ്പൊ ബോഡിയാണ് നമ്മൾ പേരന്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്നായിരിക്കും. ഇപ്പൊ ഞാൻ ബോട്ടം 0 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് റൈറ്റും 0 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്നായിരിക്കും. അല്ല, ഇവിടെ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. റീസൺ എന്താണ്, നമ്മളെ പേരന്റ് ഈ സെക്ഷനാണ്. അപ്പൊ സെക്ഷന്റെ ഹൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നമ്മൾ സെക്ഷൻ അല്ല, ഇപ്പൊ ഞാൻ ഇവിടെ പൊസിഷൻ റിലേറ്റീവ് സെക്ഷന് കൊടുത്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ പവർ ആരൊക്കെ പോകും, നമ്മളെ ബോഡി ടാഗിന് പോകും, അല്ലെങ്കിൽ ബോഡി എലമെന്റിന് പോകും. അതുകൊണ്ടാണ് നേരെ താഴെ വന്നേക്കുന്നത്. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ പേരന്റിന് ഇപ്പൊ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അതിന്റെ ഹൈറ്റും വിഡ്ത്തിൽ മാത്രമേ ചൈൽഡിന് ഓടി കളിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അത് എനിക്കിപ്പോ ഇത് ബോട്ടം റൈറ്റും, അത് എനിക്ക് ബോട്ടം ലെഫ്റ്റ് എനിക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, നമുക്ക് ലെഫ്റ്റ് പാസ് ചെയ്യണം. പിന്നെ എനിക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പാസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പാസ് ചെയ്യാം. 10 px ആണെങ്കിൽ ഒരു 300 px കൊടുത്തു. ഓക്കെ, ഇവിടെ കുറച്ചും കൂടി 100 px എല്ലാം കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇനി പൊസിഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു ഐറ്റത്തിന് കൃത്യം അതിന്റെ മിഡിൽ സെറ്റ് ചെയ്യാൻ നോക്കാം. കൃത്യം എങ്ങനെ മിഡിലിന് സെറ്റ് ചെയ്യാൻ നോക്കാം. ഡിഫോൾട്ട് ആയിട്ട് അത് ടോപ്പ് ലെഫ്റ്റിലായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ മിഡിൽ എന്ന് പറയുമ്പോൾ ഈ സെക്ഷന്റെ മിഡിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടെ ഈ പാർട്ടായിട്ട് വരുമെന്ന് തോന്നും, ഇതോ ആയിട്ട് വരുമെന്ന് തോന്നുന്നു. ഓക്കെ, അതെങ്ങനെ ചെയ്യാം, നമ്മൾ സാധാ ലോജിക്ക് വെച്ച് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിൽ നിന്ന് ഒരു 50%, ടോപ്പിൽ നിന്ന് ഒരു 50%. ഓക്കെ, കാരണം ഈ പോയിന്റ് വെച്ച് നോക്കിയാൽ ഇപ്പൊ കൃത്യം 50% ആയിരിക്കും. അത് കണക്ക് ഇനി എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഒരു 50% എടുത്താൽ മതി, ലെഫ്റ്റ് നിന്നും എന്ത് കൊടുത്താൽ മതി, ഒരു 50% എടുത്താൽ മതി. ഓക്കെ, ഇത് ശരിക്കും മിഡിൽ ആയിട്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതാണ് ശരിക്കും ആ മിഡിൽ പോയിന്റ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ക്വയർ ഇരിക്കാനുള്ള എങ്ങനെയാണ് ഇരിക്കുക. അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യും, ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമിന്റെ അകത്ത് ട്രാൻസ്ലേറ്റ്. ഈ ട്രാൻസ്ലേറ്റ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് ആ കാര്യം മാത്രം ആലോചിച്ചിരുന്നാൽ മതി. ആദ്യത്തെ വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ആക്സിസിനെ, രണ്ടാമത്തെ വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് വൈ ആക്സിസിനെ. നമ്മളിവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോപ്പിനും റൈറ്റിനും നമ്മൾ പോസിറ്റീവ് വാല്യൂ ആണ് കൊടുത്തത്, അതിന്റെ നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ മതി. എക്സ് ആക്സിസിന്റെ അവിടെ -50%, വൈ ആക്സിസിന്റെ അവിടെ -15%. ഇപ്പൊ കൃത്യം മിഡിലായി. അത് നമ്മളെ പേരന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പേരന്റിനെ വിടുത്ത് ഇപ്പൊ ഞാൻ അവിടെ 500 px കൊടുക്കുകയും, ഇനി നമ്മളെ സെക്ഷന്റെ വിടുത്ത് കൂടിയാലും കുറഞ്ഞാലും എന്ത് ചെയ്താലും എന്തായിരിക്കും, ഇത് കൃത്യം മിഡിലായിരിക്കും പ്ലേസ് ആവുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പേരന്റ് ഇത് കൊടുത്തില്ലെങ്കിൽ ബോഡിയുടെ മിഡിലായിരിക്കും.
അപ്പൊ എന്തെങ്കിലും കണ്ടന്റ് സെന്ററിലോട്ട് പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പൊസിഷന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക, പേരന്റിനെ സെലക്ട് ചെയ്യുക. പേരന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് എവിടെ പോകും, ബോഡി ടാഗിന് പോകും. എന്നിട്ട് ഏതിനാണോ നമുക്ക് പൊസിഷൻ ചെയ്യാനുള്ള അതിനെ ചൈൽഡ് ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി പൊസിഷൻ അബ്സല്യൂട്ട് കൊടുക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് 4 പ്രോപ്പർട്ടീസ് ഉണ്ട്, ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ ഇവിടുന്നായിരിക്കും 0 0. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിന് 50%, ലെഫ്റ്റ് 50% കൊടുക്കും. ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും. അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫോം എന്നുള്ള പ്രോപ്പർട്ടി കൊണ്ട് അതിന്റെ ട്രാൻസ്ലേറ്റ് അകത്ത് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഈ ടോപ്പിന് ലെഫ്റ്റിന്റെ പോസിറ്റീവ് വാല്യൂ ഇവിടെ വരാൻ നേരം നെഗറ്റീവ് വാല്യൂ പാസ് ചെയ്താൽ മതി. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ആക്സിസ്, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് വൈ ആക്സിസ്, അത്രേ ഉള്ളൂ. ഈ പൊസിഷൻ പ്രോപ്പർട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഇസഡ് ഇൻഡെക്സ്. അതും കൂടി നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയാണ്. ഓക്കെ, ഇത് പേരന്റ് വിട്ട് ഞാൻ കളയും. ഓക്കെ, അത് കണക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 2 ചൈൽഡും കൂടി എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ ചൈൽഡിന് എല്ലാത്തിനും വിഡ്ത്തും ഹൈറ്റും സെയിം ആയിരിക്കും. അത് ചെയ്യാൻ വേണ്ടി കോമ 2 3 എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് കട്ട് ചെയ്ത് കളയുക. കാരണം അതെല്ലാം കോമൺ ആയിരിക്കും. ഒരുപാട് വ്യത്യാസം വരുന്നത് എല്ലാ ചൈൽഡിനും എല്ലാ ചൈൽഡും എന്താണ്, എല്ലാ ഡിവും ചൈൽഡ് ആക്കി സെറ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം, പൊസിഷൻ അബ്സല്യൂട്ട് കൂടി കൊടുത്തേക്കും. സെപ്പറേറ്റ് കൊടുത്താലും മതി, അല്ലെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കും. എങ്ങനെ ചെയ്താലും കണക്ക്. ഓക്കെ, നമുക്കിനി ഓരോരോ കളറാക്കി കൊടുക്കും. ഓക്കെ, ഇനി അവിടെ കൊടുക്കുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ, ഓക്കെ. ഇവിടെ ഞാൻ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തില്ലെങ്കിൽ എല്ലാം താഴെ താഴെ പോകും. ഇവിടെ ഞാൻ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തോണ്ടാണ് എല്ലാം ആ ഒരു സിംഗിൾ പോയിന്റ്, ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് വന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ആദ്യം റെഡ് ബോക്സ് ഉണ്ട്, അതിന്റെ തൊട്ട് ബാക്കിൽ ആരുണ്ട്, അല്ല ശരിക്കും പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തില്ലെങ്കിൽ ഇതേപോലെ 3 ബോക്സ് ഇരിക്കും. നമ്മൾ ആ റെഡ്, ഗ്രീന്, ബ്ലൂ നമ്മൾ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം ഈ ഒരു പോയിന്റിലോട്ട് വരും. അപ്പൊ ആദ്യം ഇരിക്കുന്നത് ബ്ലൂ, അതിന്റെ തൊട്ട് താഴെ ഗ്രീന്, അതിന്റെയും തൊട്ട് താഴെയാണ് റെഡ് ഇരിക്കുന്നത്. എന്നുവെച്ചാൽ എല്ലാം കൂടി ഇങ്ങനെ ലെയർ ലെയർ ഇരിക്കും. അപ്പൊ ഈ ലെയറിന്റെ വാല്യൂ എങ്ങനെ മാറ്റാം, അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇസഡ് ഇൻഡെക്സിങ്. എനിക്ക് എന്ത് ചെയ്യണം, ഏറ്റവും അവസാനിക്കുന്ന റെഡ് ഫ്രണ്ടിൽ കൊണ്ടുവരണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ഇൻഡെക്സ്, ഇതിനകത്ത് എത്ര ടാഗാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കണത്, 1 2 3 4, അല്ലെങ്കിൽ ചൈൽഡ് 3 എണ്ണം അല്ലേ, അതിൻ്റെ കൂടെ 1 ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എനിക്ക് ഗ്രീൻ ആണ് ഫ്രണ്ടിൽ ഒരാള്. ഇപ്പൊ എന്താണ്, വീണ്ടും ഇസഡ് ഇൻഡെക്സ്, ഇവിടെ ഞാൻ 4 കൊടുത്തിട്ടില്ലേ, ഇതിനേക്കാൾ ഒരു വലിയ അക്കം പാസ് ചെയ്യണം, 5. ഇനി എനിക്ക് ബ്ലൂവിനെയാണ് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇസഡ് ഇൻഡെക്സിനകത്ത് ഇവിടെ 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ വില 6. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റിമൂവ് ചെയ്തിട്ട് ഇതേ സെയിം സംഭവം ഒന്ന് തന്നെ പറയാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിന്റെയും ടോപ്പിൽ നിന്ന് 20 px, ഇവിടെയും ടോപ്പിൽ നിന്ന് ഒരു 40 px. ഓരോ ലെയർ ലെയർ ആയിട്ട് കാണും. ബ്ലൂവിന്റെ താഴെ ഗ്രീൻ, ഗ്രീനിന്റെ താഴെ റെഡ്. ഇപ്പൊ എനിക്ക് എന്ത് വേണം, റെഡിനെയാണ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗ്രീനിനെയാണ് ഫ്രണ്ട് കൊണ്ടുവരണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്, 1 2 3, ഇപ്പൊ 4 പാസ് ചെയ്യണം. ഇസഡ് ഇൻഡെക്സ് 4, ഗ്രീൻ ടോപ്പ് ചെയ്യണം.
അതിന്റെ തൊട്ട് താഴെ നീല, അതിന്റെ തൊട്ട് താഴെ ബ്ലൂ. ഇനി പച്ചനെ ഏറ്റവും അടിയിൽ കൊണ്ടുപോകണം. അപ്പൊ എന്ത് ചെയ്യണം? -1 എന്ന് കൊടുത്താൽ മതി. ഏറ്റവും അടിയിൽ പോയി. കാരണം ഏറ്റവും അവസാനം നേരത്തെ റെഡ് ആയിരുന്നു. ഇപ്പൊ റെഡിനേക്കാൾ അടിയിലാണ് ആര് പോയേക്കുന്നത്? പച്ച. അപ്പൊ അതറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റിൽ നിന്നും 10 px മാറ്റാം. കേട്ടോ, റെഡിന്റെ അടിയിലാണ് ആരായിരിക്കുന്നത്? നമ്മളെ പച്ച ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇസഡ് ഇൻഡെക്സിങ്. നമ്മൾ അതിന്റെ വാല്യൂ കൊടുക്കാൻ നേരം നോക്കണം, നമ്മൾ എത്ര ചൈൽഡ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ചൈൽഡിന്റെ എക്സ്ട്രാ വാല്യൂ കൊടുക്കുമ്പോൾ അതായിരിക്കും ഏറ്റവും ഫ്രണ്ട് വരുന്നത്. ഇപ്പൊ ഒരു തവണ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വാല്യൂ പ്രസന്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ റെഡ് ആണ് ഫ്രണ്ടിൽ കൊണ്ടുവരാൻ കൊടുക്കുന്നത്. ഇസഡ് ഇൻഡെക്സിങ് എത്ര ചൈൽഡ് ഉണ്ട്? 3. ഞാൻ അവിടെ 4 കൊടുത്തു. അപ്പൊ അതായിരിക്കും ഫ്രണ്ടിൽ വരണം ചോപ്പ്. ഇപ്പൊ എനിക്ക് പച്ച ഫ്രണ്ടിൽ വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ 4 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും ഹയർ വാല്യൂ 5 കൊടുക്കുക, 6 കൊടുക്കുക, 7 കൊടുക്കുക, 8 കൊടുക്കുക, അത് നിങ്ങളെ ഇഷ്ടം. പക്ഷെ എന്ത് ചെയ്യണം? ഇതിനേക്കാളും ഒരു വാല്യൂ എക്സ്ട്രാ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇസഡ് ഇൻഡെക്സിങ്. അപ്പൊ ഇത് യൂസ് ചെയ്ത് നമുക്കിങ്ങനെ ഓവർലാപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ എന്തെങ്കിലുമൊക്കെ ഇമേജിൽ തന്നെ പാർട്ടിക്കിളൊക്കെ ഡിസൈൻ ഒക്കെ ചെയ്യാം. പറയുമ്പോ എൻ്റെ ഒരു ലേസിന്റെ ഒരു PNG ഇമേജ് വേണമെങ്കിൽ ലേസിന്റെ ടൊമാറ്റോ എന്തെങ്കിലും പീസ് അതൊക്കെ വേണമെങ്കിൽ ഇതെനിക്ക് പൊസിഷൻ വെച്ചിട്ട് താഴെ മുകളിൽ താഴെ അങ്ങനെയൊക്കെ പാസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു എക്സാമ്പിളും കാണിച്ചു തരാം. ഓക്കെ, ഇനി പൊസിഷനെ തന്നെ നമ്മൾ പൊസിഷനകത്ത് റിലേറ്റീവ് എന്നുള്ള വാല്യൂ നോക്കി, അബ്സൊല്യൂട്ട് എന്നുള്ള വാല്യൂ നോക്കി. ഇനി നമുക്ക് ഒരു സ്റ്റിക്കി എന്നുള്ള വാല്യൂ, ഫിക്സഡ് എന്നുള്ള വാല്യൂയും കൂടി നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ് ഇത് നമുക്ക് തൽക്കാലം കളയാം. ഇതെന്തൊക്കെ തൽക്കാലം നമ്മൾ ചില വെബ്സൈറ്റ് ഒക്കെ എടുക്കാൻ നേരത്ത് അതിന്റെയൊക്കെ നാവിഗേഷൻ ബാർ നമ്മൾ എത്ര സ്ക്രോൾ ചെയ്താൽ പോലും മുകളിൽ തന്നെ കാണും. അതെങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം. ഇപ്പൊ ഞാൻ അവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് പിന്നെ ഒരു പാരഗ്രാഫ് ടാഗിനകത്ത് റാൻഡം ആയിട്ട് കുറച്ച് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ബോക്സിന് ഡിസൈൻ കൊടുക്കാം. ഇവിടെ 800 px, ഹൈറ്റ് ഒരു 100 px, ബാക്ക്ഗ്രൗണ്ട് കളറ് ചോക്ലേറ്റ്. ഓക്കെ, തൽക്കാലം ഏതൊരു നാവിഗേഷൻ ബാർ ആണെന്നൊന്ന് അസ്യൂം ചെയ്താൽ മതി. നമുക്ക് കണ്ടന്റ് കുറച്ചും കൂടി അധികം കൊടുക്കാം. ഓക്കെ, ഇപ്പൊ സ്ക്രോൾ ചെയ്യാൻ പോലെ കണ്ടന്റ്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ക്രോൾ ചെയ്ത് പോയാലും എന്റെ ഈ ടോപ്പിൽ എപ്പോഴും ഈ നാവിഗേഷൻ ബാർ ഇങ്ങനെ സ്റ്റിക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഫിക്സഡ് ആയിട്ട് ഇരിക്കണം. അതെങ്ങനെ ചെയ്യണം നോക്കാൻ പോകും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ് പൊസിഷൻ റിലേറ്റീവ് കൊടുത്തില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിരിക്കും ആരായിരിക്കും പാരന്റ്? ബോഡി ആയിരിക്കും. അപ്പൊ എനിക്ക് ഏതിനെയാണ് ചൈൽഡ് ആക്കാനുള്ള? ഈ ഡിവിനെ, ബോക്സ് എന്ന ഡിവിനെ ചൈൽഡ് ആക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പൊസിഷൻ റിലേറ്റീവ് ആക്കിയിട്ട് അബ്സല്യൂട്ട് പാസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ടോപ്പ്, സോറി ഇവിടെ അബ്സല്യൂട്ട് അല്ല, സ്റ്റിക്കി ടോപ്പ് എന്ന് ഒരു 20 px, ലെഫ്റ്റ് എന്ന് ഒരു 20 px പാസ് ചെയ്യാം. ഇനി എത്ര തവണ സ്ക്രോൾ ചെയ്താൽ വരും? ഇത് ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാവിഗേഷൻ ബാറൊക്കെ ഫിക്സ് ചെയ്ത് വെക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ചില വെബ്സൈറ്റിന്റെ അകത്ത് ഈ ബോട്ടം റൈറ്റിന്റെ അകത്ത് എന്ത് ചെയ്യും? നമ്മൾ ഈ വാട്സപ്പിന്റെ ഐക്കണൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബട്ടൺസ് ഉണ്ട്, അതും എന്തായിരിക്കും അവിടെ ഫിക്സഡ് ആയിരിക്കും. നമ്മൾ സ്ക്രോൾ ചെയ്താൽ പോലും അത് മാറത്തില്ല. അപ്പൊ അത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് വരുമ്പോ സ്റ്റിക്ക് ചെയ്യും, ബോട്ടം വരാൻ നേരത്ത് ഫിക്സഡും ആയിരിക്കണം. അപ്പോൾ ഞാൻ സ്റ്റിക്കി കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ താഴെ വന്നില്ല. എനിക്ക് ഇവിടെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ സ്റ്റിക്കി മാറ്റിയിട്ട് ഫിക്സഡ് മാറ്റി, എന്നിട്ട് ലെഫ്റ്റ് മാറ്റിയിട്ട് റൈറ്റ്. നമുക്കതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഇതിനകത്ത് ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഓരോ ആ ഒരു ബോക്സിന്റെ ഒരു എഡ്ജില് ആ എഡ്ജ് ഷാർപ്നെസ് മാറ്റിയിട്ട് കുറച്ചും കൂടി കർവ് ആക്കാൻ വേണ്ടിയാണ് ബോർഡർ റേഡിയസ് കൊടുക്കുന്നത്. ഞാൻ അവിടെ 20 px കൊടുക്കണമെങ്കിൽ, അല്ല
ഇതിപ്പോ എന്തായാലും സ്ക്വയർ ഷേപ്പാണ്. അപ്പൊ നമുക്ക് 50% കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ക പെർഫെക്റ്റ് സർക്കിൾ ആയിരിക്കും. നമുക്ക് ഇതേപോലത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓ എൻ്റെ ഇപ്പൊ നമുക്ക് റൈറ്റ് മാറ്റി ലെഫ്റ്റ് പാസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതെ, സ്റ്റിക്കിയും ഫിക്സഡും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. സ്റ്റിക്കി ആണെങ്കിൽ ടോപ്പ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം, ഫിക്സഡ് ആണെങ്കിൽ ബോട്ടം എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഇത് സൂചിപ്പിക്കുന്നത് ചൈൽഡിനെ സൂചിപ്പിക്കുന്നത് ഇവിടെ നമ്മളെ പേരന്റ് ആരായിരിക്കും, നമ്മളെ ബോഡി ആയിരിക്കും. ഇപ്പൊ വേറെ ആരെങ്കിലും സെക്ഷനിൽ കൊടുക്കുന്നെങ്കിൽ അതായിരിക്കും അതിന്റെ പേരന്റ്. ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞങ്ങൾ 3 ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മലയുടെ, ഒരു മൗണ്ടന്റെ ഇമേജ്, ഒരു ക്ലൗഡിന്റെ ഇമേജ്, ഒരു സൂര്യന്റെ ഇമേജ്. നമുക്കത് ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇമേജ് ടാഗ് യൂസ് ചെയ്ത് SRCക്കകത്ത് ഫസ്റ്റ് നമുക്ക് മൗണ്ടൻ ഇമേജ്. ഓക്കെ, ഒരു മൗണ്ടനും കൂടി വേണം. തൽക്കാലം ഇപ്പൊ ആൾട്ട് വേണ്ട, പക്ഷെ ഒരു പേര് കൊടുക്കുക. ഞാൻ അവിടെ M1 എന്ന് കൊടുക്കുന്നു. സെയിം കോപ്പി എടുക്കുന്നു, ഇതിന് M2 എന്ന് കൊടുക്കണം. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ താഴെ 2 മൗണ്ടൻസ്, ഇവിടെ നിന്ന് ഒരു സൂര്യൻ, ഒരു മേഘം ഇവിടെ, ഒരു മേഘം ഇവിടെ. നമുക്കിത് പൊസിഷൻ വെച്ചിട്ട് നമുക്ക് അച്ചീവ് ചെയ്തു. ആദ്യം എന്ത് ചെയ്യണം, ഈ 2 മലകൾ താഴെ വരണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക, നമുക്ക് ബോഡി പേരന്റ് ആയിട്ട് എടുക്കാം. ഇത് 2 നമ്മളെ ചിൽഡ്രൻസ്. അപ്പൊ അത് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്, M1, അതേപോലെ ബർത്ത് M2 ഞാൻ കൊടുക്കുകയാണ്. പൊസിഷൻ അബ്സല്യൂട്ട്. ഇപ്പൊ ചൈൽഡായി നമുക്ക് എന്ത് ചെയ്യണം, ഇത് 2 ഇവിടുത്തെ ഇമേജ് ഇതിന്റെ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട്. ഇത് 2 നമുക്ക് ബോട്ടത്തിൽ സെറ്റ് ചെയ്യാം. അവിടെ ഇവിടെ തന്നെ നമുക്ക് കൊടുക്കാം ബോട്ടം 0. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഓരോ ഇമേജിന്റെ വിഡ്ത്ത് നമുക്ക് M1ന്റെ വിഡ്ത്ത് ഒരു 300 പീസ് കൊടുത്തു നോക്കാം. ഓക്കെ, അത് ചെറുതാ പോയി, ഒരു 800 കൊടുക്കും. ഓക്കെ, 1000 കൊടുക്കാം. അത് കണക്ക് തന്നെ M2ന്റെ വിഡ്ത്ത് നമുക്ക് ഒരു 1400 കൊടുക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് കുറച്ച് പൊടിക്ക് മാറ്റണം M2. ഇപ്പൊ എന്ത് ചെയ്യണം, M2 വന്നിട്ട് ലെഫ്റ്റ് അത്ര ഒരു 100 px മാറ്റി നോക്കാം. ഓക്കെ, px കൊടുക്കുമ്പോൾ ടൈം എടുക്കും. നമുക്ക് പെർസെൻറ്റേജ് തന്നെ കൊടുക്കുക. ഞാൻ അവിടെ കൊടുക്കുന്നത് 20% കൊടുക്കും. ഓക്കെ, സ്പീഡിന് മൂവ് വന്നുകൊണ്ട് നമുക്കൊരു 27 കൊടുക്കും. ഓക്കെ, എന്ത് ചെയ്യണം, ഇതിന്റെ ബോട്ടം കുറച്ചും കൂടി കറക്റ്റ് ആക്കാം. ബോട്ടം 0. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, നെഗറ്റീവ് വാല്യൂ നമുക്ക് പാസ് ചെയ്യും. പാസ് ചെയ്തു. ഓക്കെ, കൂടിപ്പോയി. നിങ്ങൾ 2ന്റെ വില 150. ഓക്കെ, അതേപോലെ മൗണ്ടൻ 2ന്റെ ബോട്ടം വില ഒരു 140 px പാസ് ചെയ്യും. സോറി, നെഗറ്റീവ് ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അത് കൂടിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ഏറ്റവും അടിയിൽ സൂര്യനാണ് വരാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സൂര്യന്റെ പടം ഇമ്പോർട്ട് ചെയ്യാം. ചിമ്പത്തല്ല, ലിങ്ക് ചെയ്യിപ്പിക്കാം. അതിനെ ഞാൻ അവിടെ സണ്ണെന്നുള്ള വിളിക്കുന്നു. അതൊരു ചൈൽഡാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഒരു കോമ ഇട്ടിട്ട് സണ്ണെന്ന് പറഞ്ഞാൽ വിളിക്കും. അതും താഴെ നിന്ന് വന്നാൽ മതി. പക്ഷെ എന്ത് ചെയ്യണം, ഇതിന്റെ എല്ലാത്തിനും പുറകിലായിട്ടാണ് വരാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ലെഫ്റ്റ് സണ്ണ് ലെഫ്റ്റിൽ നിന്ന് 50% കൊടുക്കാം. ഓക്കെ, കൂടിപ്പോയി. നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റിൽ നിന്ന് 30%.
ഓക്കെ, ഏതാണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇതിനെല്ലാം പുറകെ കൊണ്ടുപോകണം. എത്ര ചൈൽഡ് ഉണ്ട്? 1, 2, 3. പുറകെ കൊണ്ടുപോകാൻ എളുപ്പമാണ്. ജസ്റ്റ് നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ മതി. ഇസഡ് ഇൻഡെക്സ് -1. കുറച്ചും കൂടി താഴെ കൊണ്ടുപോകാം. അതിനുവേണ്ടി ജസ്റ്റ് ബോട്ടം -100 px കൊടുക്കുക. ഓക്കെ, അത് കൂടി പോയി. ഒരു 70 പിടിച്ചോളാം. ഒരു കാണാൻ ഭംഗിയാണ്. ഇനി നമുക്ക് എന്തിനാ? ബോഡിക്കൊരു ആകാശം കൂടി പോയി. ബോഡിക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ഒരു സ്കൈ ബ്ലൂ. കുറച്ചും കൂടി ഗുമ്മുണ്ട്. ഇനി ഒരു മേഘം ഇവിടെ, ഒരു മേഘം ഇവിടെ. ഞാൻ കോപ്പി എടുക്കുന്നു. ഇതിന്റെയും കോപ്പി എടുക്കാം. ഞാൻ ക്ലൗഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. C1 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ C2 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ചൈൽഡ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? കോമ ഇട്ടിട്ട് ഡോട്ട് C1 ഡോട്ട് C2. ഓക്കെ ഓക്കെ, നമ്മളെ ക്ലൗഡിന്റെ ഇമേജ് വലുതായി പോയി. അപ്പൊ അതിന്റെ സൈസ് കുറയ്ക്കണം. പുറത്ത് കുറയ്ക്കാൻ വേണ്ടി C1 കോമ C2 വിട്ടിനകത്ത് 100 px കൊടുക്കുക. ഓക്കെ, അത് ഭയങ്കരമായിട്ട് ചെറുതായി പോയി. ഇവിടെ കിടക്കുക. നമുക്കൊരു 400 കൊടുത്തു. കുഴപ്പമില്ല. ഒരു 460 കൊടുത്തത്. ഓക്കെ, ഒരു മേഘം ഏതാണ്ട് ഇവിടെ ആയിട്ട് വേണം. ഒരു മേഘം ഏതാണ്ട് ഇവിടെ ആയിട്ട് വേണം. അല്ലെങ്കിൽ ഒരു മേഘം ഈ ഭാഗത്തായിട്ട് വരാം. ഒരു മേഘം ഈ ഭാഗത്തായിട്ട്. അപ്പോഴൊരു ഗുമ്മുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? C1 അങ്ങോട്ട് മാറ്റാം. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് ഒരു 30%. ഓക്കെ, അപ്പൊ 30 കുറയ്ക്കാം. ഒരു 24 കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ മൗണ്ടന്റെ തൊട്ടടിയിൽ പോകണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇസഡ് ഇൻഡെക്സിന്റെ -1 കൊടുത്തു നോക്കാം. ഓക്കെ, അത് ഭയങ്കര അടിയിൽ പോയി. 1 കൊടുത്തു നോക്കാം. 2 അല്ലെങ്കിൽ കൊടുത്ത് ഏറ്റവും താഴെ പോകും. ഇവിടെ എത്ര ചാൻസുണ്ട്? 2, 5. ഇതിന് 6 കൊടുത്തിട്ട് നമ്മളെ മൗണ്ടൻ 2 ഇസഡ് ഇൻഡെക്സ് ഞാൻ 7 കൊടുക്കുക. ഓക്കെ, ഇനി ഈ മേഘത്തിന് എന്ത് ചെയ്യണം? കുറച്ച് ഇവിടെ വേണം, ഇങ്ങോട്ടോട്ട് പോകണം. C2 ഇവിടെ പെട്ടെന്ന് കൊണ്ടെത്തിക്കണം. ഇപ്പൊ ലെഫ്റ്റ് കൊണ്ടുപോകണേക്കാളും റൈറ്റിൽ നിന്ന് ഒരു 10% എടുത്താൽ മതി. എന്നിട്ട് ബോട്ടത്തിൽ നിന്ന് ഒരു 20% കൊടുക്കാം. ഓക്കെ, നമുക്കൊരു 25. ആ മേഘം കുറച്ചും കൂടി വലുതാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ വിട്ട് 460. അപ്പൊ ഇതിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്? ഒരു 540 കൊടുക്കുകയാണ്. ഓക്കെ, 540 ചെറുതായി പോയി. ഒരു 640 കൊടുക്കും. ഓക്കെ, ഇത് ഏറ്റവും ഫ്രണ്ട് വന്നു. അത് ഫ്രണ്ട് കാണാൻ വേണ്ടി ഇസഡ് ഇൻഡെക്സ് ഏറ്റവും ടോപ്പ് വില എത്രയാണ്? 7 ഇവിടെ 8 കൊടുക്കുക. ഓക്കെ, കുറച്ചും കൂടി ഇതൊരു 15%. കുറച്ചും കൂടി അങ്ങോട്ട് നീക്കും. അതിൽ ഒരു 22. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു എക്സാമ്പിൾ കാണിച്ചത്. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊസിഷൻ യൂസ് ചെയ്ത് കിടലെങ്കിലും സാധനമൊക്കെ ചെയ്യാം. ചില വെബ്സൈറ്റ് കാണാൻ നേരത്ത് ഒരു വാച്ചിന്റെ പ്രോഡക്റ്റ് കാണും. ഇവിടെ അതിന്റെ ഒരു എലമെന്റ്, അങ്ങനത്തെ എലമെന്റ്